നമസ്തേ. ഇന്ന് കർക്കിടകം 23, അധ്യാത്മരാമായണം കിഷ്കിന്ധാകാന്ഡമാണ് ഇന്ന് ആരംഭിക്കുന്നത്. അതിൽ നിന്നും ഹനുമൽ സംഗമം, സുഗ്രീവ സഖ്യം എന്നീ 2 ഭാഗങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. വസന്തകാലത്ത് നല്ല തണുത്ത ഭൂമിയിൽ ഋഷ്യമൂക പർവ്വതത്തിനടുത്തായി രാമലക്ഷ്മണന്മാർ സീതയെ വേർപിരിഞ്ഞുള്ള അതീവ മാനസിക ഭാരത്തോടെ പരിഭ്രാന്തരായി നടന്നു. താപസവേഷധാരികളാണെങ്കിലും ആയുധങ്ങളേന്തി ധൈര്യപൂർവം നടക്കുന്ന അവരെ കണ്ട് തന്നെ അപായപ്പെടുത്താൻ ജ്യേഷ്ഠൻ ബാലി അയച്ചതാണോ എന്നോർത്ത് സുഗ്രീവൻ ഭയന്നു വിറച്ചു. ബ്രാഹ്മണവേഷം ധരിച്ച് അവരെ സമീപിച്ച് അവരുടെ ചിന്തകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അവരുടെ മുഖവും കണ്ണും സംസാരവും ഭാവവും നോക്കി ശത്രുക്കളോ മിത്രങ്ങളോ എന്ന് തിരിച്ചറിഞ്ഞ് കൈയടയാളങ്ങളാൽ ആ വിവരങ്ങൾ അറിയിക്കുവാനും സുഗ്രീവൻ വായുപുത്രനായ ഹനുമാനെ ഏൽപ്പിച്ചു. തുടർന്ന് ഹനുമാൻ അത്യന്തം ആദരപൂർവം രാമലക്ഷ്മണന്മാരോട് സംസാരിക്കുകയും അവർ ആരെന്നും വരവിൽ ഉദ്ദേശം എന്തെന്നും വിശദമായി മനസ്സിലാക്കുകയും ചെയ്തു. ശേഷം സുഗ്രീവനോട് സഖ്യം ചേർന്ന് അവരുടെ ഉദ്യമത്തിൽ തൻ്റെ പൂർണ്ണ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് ഹനുമാൻ അവരെ കഴുത്തിലെടുത്ത് നടന്നു. ഹനുമാനിൽ നിന്നും കഥയെല്ലാം അറിഞ്ഞ സുഗ്രീവൻ അത്യധികം ബഹുമാനത്തോടെ രാജകുമാരന്മാരെ അഭിവാദ്യം ചെയ്യുകയും രാവണനെ വധിച്ച ശേഷം വംശത്തോടൊപ്പം താൻ സീതാദേവിയെ തിരികെ കൊണ്ടുവരുമെന്നും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഇതാണ് ഈ 2 ഭാഗങ്ങളിൽ പരാമർശിക്കപ്പെടുന്നത്. നമുക്ക് ഇന്നത്തെ പാരായണം തുടങ്ങാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. പശ്യ സഖേ വടുരൂപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേന ശ്രുതം, ഇല്ലൊരപശബ്ദമെങ്ങുമേ വാക്കിങ്കൽ നല്ല വൈയാകരണൻ വടുനിർണയം. മാനവവീരനും അപ്പോൾ അരുൾ ചെയ്തു വാനരശ്രേഷ്ഠനെ നോക്കി ലഘുതരം, രാമനെന്നുടെ നാമം ദശരഥ ഭൂമിപാലേന്ദ്രതനയനിവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്ക നീ. ജാതമോദം പരമാർത്ഥം മഹാമതേ ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനി എന്നുടെ ഭാമിനി കൂടവേ. താത നിയോഗേന കാനന സീമനി യാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദണ്ഡകാരണ്യേ വസിക്കുന്ന നാളതിച്ചണ്ടനായൊരു നിശാചരൻ വന്നുടൻ ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനാൻ. കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു, കണ്ടീലവളെ ഒരിടത്തുമിന്നിഹ കണ്ടുകിട്ടി നിന്നെ നീയാരടോ സഖേ. ചൊല്ലിടുകെന്നതു കേട്ടൊരു മാരുതി ചൊല്ലിനാൻ കൂപ്പിത്തൊഴുതു കുതൂഹലാൽ. സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നിതത്ര രഘുപതേ. മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ, സന്തതം കൂടെ പിരിയാതെ വാഴുന്നു. അഗ്രജനാകിയ ബാലി കപീശ്വരനുഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ. സുഗ്രീവനുള്ള
പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ. ഋഷ്യമൂകാചലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നിതർക്കാത്മജൻ. ജ്ഞാനവൻ തന്നെ ഭൃത്യനായുള്ളൊരു വാനരൻ വായുതനയൻ മഹാമതേ. നാമധേയം ഹനുമാനഞ്ജനാത്മജനാമയം തീർത്തു രക്ഷിച്ചു കൊള്ളേണമേ. സുഗ്രീവനോടു സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാമിരുവർക്കുമരികളെ. വേല ചെയ്യാമതിനാവോളമാശു ഞാനാലംബനം മറ്റെനിക്കില്ല ദൈവമേ. യുദ്ധം തിരുമനസ്സെങ്കിലെഴുന്നള്ളും ഉൾത്താപമെല്ലാം അകലും ദയാനിധേ എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തിരുമുമ്പിലാമാറുമാരുതി. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലാമാറങ്ങെടുത്തു നടന്നിതു മാരുതി. സുഗ്രീവസന്നിധൗ കൊണ്ടു ചെന്നിടിനാൻ. വാദാത്മജൻ പരമാനന്ദമുൾക്കൊണ്ടു നീതിയോടർക്കാത്മജനോടു ചൊല്ലിനാൻ. ഭീതി കളക നീ മിത്രഗോത്രേ വന്നു ജാതന്മാരായൊരു യോഗേശ്വരന്മാരീ. ശ്രീരാമലക്ഷ്മണന്മാരെഴുന്നള്ളിയതാരെയും പേടിക്ക വേണ്ട ഭവാനിനി. വേഗേന ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി വസിച്ചിടുക. മിത്രാത്മജനോടു ലക്ഷ്മണൻ ശ്രീരാമവൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം. ധീരനാമാദിത്യനന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോടാശു ചൊല്ലിടിനാൻ. നാരീമണിയായ ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ടു നിർണയം. ശത്രുവിനാശനത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞാവശാൽ. ഏതുമിതു നിരൂപിച്ചു ഖേദിക്കരുതാധികളൊക്കെ അകറ്റുവൻ നിർണയം. രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാനൊരവസ്ഥ കണ്ടേനൊരു നാളതു മാനവവീര തെളിഞ്ഞു കേട്ടിടണം. ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോടു പറഞ്ഞിതു ലക്ഷ്മണൻ. ദുഃഖിയായി കേതുമേ രാവണൻ തന്നെയും മർക്കട ശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ചംബുജനേത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം. പ്രസീദ പ്രഭോഹരേ. സുഗ്രീവനും പറഞ്ഞാനതു കേട്ടുടൻ വ്യഗ്രിയായി കേതുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ ദേവിയെ. കൈക്കൊള്ളുക ധൈര്യം ധരിത്രീപതേ വിഭോ. ലക്ഷ്മണ സുഗ്രീവ വാക്കുകളിങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖവുമൊട്ടു ചുരുക്കി മരുവിനാൻ. മർക്കടശ്രേഷ്ഠനാം മാരുതിയന്നേരം അഗ്നിയേയും ജ്വലിപ്പിച്ചു ശുഭമായി ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും. സുഗ്രീവരാഘവന്മാരഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാത്മഖേദം കളഞ്ഞുത്തങ്കമായ ശൈലാഗ്രേ മരുവിനാർ. ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലമെല്ലാം ഉണർത്തിച്ചരുളിടിനാൻ.
ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.